മൊട്ടടിക്കാൻ പോണു ലൈഫിൽ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ്. ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ ഫൈനലി ഇന്ന് വേറെ ലുക്കിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു മുടി. അപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അധികം മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മുടി നല്ല രീതിക്ക് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയത്. എനിക്ക് എവിടെ പോകുമ്പോഴും ഈ മുടി 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 എന്നുള്ള ചിന്ത മാത്രമുള്ളൂ. മുടി ഇവിടെ കാണുമോ, അവിടെ ഇതാവോ എന്നുള്ളത്. അങ്ങനെ ആ ടെൻഷൻ ഒരു അന്ത്യമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കുറച്ച് അത് പറയും, പിന്നെ ഇത് പറയും, അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റ് എക്സ്പീരിയൻസ് മൊത്തം ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അതെ, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യാമെന്ന് വെച്ചിട്ട് അന്ന് നാട്ടിലേക്ക് വന്ന് സെറ്റാക്കി ചെയ്യാൻ പോയതായിരുന്നു. പക്ഷേ അന്ന് പിന്നെ നടന്നില്ല. ഞാൻ പെട്ടെന്ന് ദുബായിക്ക് പോകേണ്ടി വന്നു. ഇപ്രാവശ്യം 2 കൽപ്പിച്ച് ചെയ്ത്. അപ്പോൾ എന്തായാലും എൻ്റെ ട്രാൻസ്പ്ലാന്റ് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഉള്ളതിൽ ആദ്യമായിട്ടാണ് ഞാൻ മൊട്ടടിക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ മുടി സീൻ, എനിക്ക് പണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ട ഈ പാടൊക്കെ. അന്നും ഞാൻ അന്നൊക്കെ മുടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അന്നതൊക്കെ ഞാൻ മുടിയുമാണ് ആദ്യം നോക്കിയത്, തലേമ എന്തെങ്കിലും പൊട്ടുണ്ടോ. കാരണം മുടി കളയേണ്ടി വരില്ല, അത്രയും മുടിയോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പ്രാന്തുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മുടി ഒഴിച്ചിൽ വന്നു. കുറച്ച് ആളായി. അപ്പോൾ ഞാൻ ദുബായിലുള്ള ടൈമിൽ നല്ല മുടി കൊഴിയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വീണ്ടും കൊഴിയുണ്ട്. അപ്പോൾ എല്ലാവരും മുടി കൊഴിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം അത് കുറവുള്ള എന്തോ ഇതിനാ സീനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം നല്ല കുറവുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നല്ല മുടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മുടീനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാത്തിനും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മുടി എവിടെ പോയാലും മുടി സെറ്റാണോ അതാണോ ഇവിടുന്ന് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഫ്രണ്ടിൽ സത്യം പറഞ്ഞപ്പോൾ കുറച്ചാളൊരു 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഫ്രണ്ടിലൊരു ഇത്രയും വീതിക്ക് ഇവിടെ മാത്രം ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് സെറ്റായി പോയത്. കുറേ പേര് മുടിയിൽ ഞാൻ കെട്ടിയപ്പോൾ മുടി കെട്ടിയച്ച് പറഞ്ഞ വിഗ്ഗാണോന്ന്. പക്ഷേ അതെൻ്റെ ഒറിജിനൽ മുടി തന്നെ ഉണ്ടോ. പക്ഷേ അത് വലിച്ചു കെട്ടിയപ്പോൾ ഇവിടെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ചെയ്യുന്നുണ്ടായി. പക്ഷേ എന്തായാലും മുടി പിന്നെ വന്ന് കുറച്ച് ഷോക്കായിരിക്കും എന്നറിയാം മുഖം. അപ്പോൾ അതുകൊണ്ട് ചെയ്തില്ല. അന്ന് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എനിക്ക് ഇപ്പോൾ മുടി പോയതിനു ശേഷം മനസ്സിലായി 50% എൻ്റെ മുടി 50% ഞാനുമാണ്. കാരണം കുറേ കാര്യങ്ങൾക്ക് ഞാൻ കിടക്കില്ല, ഒന്നിൽക്കും ഇങ്ങോട്ട് പോകില്ല. ആരോട് സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക, അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കാര്യം മനസ്സിലായി ഉണ്ടാവില്ല. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും എന്തായാലും അറിയാം എൻ്റെ മുടിയോടുള്ള ഒരു ഇത്. അപ്പോൾ എവിടെ പോകുമ്പോഴും ഫാത്തിമോൾ എന്നെ പല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കുക, അത് നോക്ക് ഇത് നോക്ക്, റെഡിയാണോ ഓക്കെ, ഞാൻ അങ്ങനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അവർ പറഞ്ഞ് എന്തായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്തു. കാരണം എനിക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണിത്. കാരണം അത്രയും ടെൻഷൻ എനിക്ക് മുടിയുടെ. അത് മുടി കുറേ പേര് പറയും എന്തിനും ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കും. പക്ഷെ അത് പോയവർക്ക് നല്ല അറിയാം. ചിലവർ പോയിട്ട് അങ്ങനെ നടക്കുന്നവരുണ്ട് വേറെ കാര്യം. പക്ഷെ എനിക്ക് തീരെ പറ്റില്ല. എൻ്റെ കോൺഫിഡൻസ് മൊത്തം മുടിയിലാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റിൻ്റെ തുടക്കം തൊട്ടുള്ളത് ഇതിപ്പോൾ 2ാമത്തെ ദിവസമായി. എന്ന് വെച്ചാൽ ഇന്നലെ ചെയ്ത്, ഇന്ന് എത്രാം തീയതി, 5-ാം തീയതിയോ, ഇന്ന് 5-ാം തീയതി, 4-ാം തീയതി ഞാൻ ചെയ്തു. അപ്പോൾ ചെയ്തതിന് ശേഷമുള്ളത് ഇത് ഈ ബാൻഡേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ബാൻഡേജ് നാളെ എന്തായാലും അഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഞാൻ കൊച്ചിയിലാണ് ചെയ്തത്. പിന്നെ എത്ര രൂപ ആവും, എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടീസ്, ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാം ഞാൻ ഈ വീഡിയോയിലും ചിലപ്പോൾ ഇതിൽ കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിക്കുന്നു. പാർട്ടി ഇവിടെ വേറെന്താ പണിയില്ല. ഇന്ന് എനിക്ക് ഇതിൽ റോളില്ല, ഫുള്ള് വീണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ മുടിയുടെ എത്ര അത്യാവശ്യമായിരുന്നു എനിക്ക്. യെസ്, ഇതൊക്കെ എത്ര അത്യാവശ്യം. എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര ഓണാണ്, ഇപ്പോഴും ഓണാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് 100% ഒക്കെ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര ഷോക്കാണ്. കാരണം അങ്ങനെ ഓണായി നിൽക്കുന്ന ഒരാൾ ഇതും പറഞ്ഞിട്ട് എല്ലാം മുടിയുമല്ല എന്ന് വെച്ചാൽ. ഇപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിൽക്കും. പണ്ട് ഇങ്ങനെ നിർത്താണ്ട് കുറേ കളിക്കും. ഇപ്പോൾ
ഇടയ്ക്കൊന്നും സ്റ്റെക്കാവും. കാരണം മുടി സീനാവോ, പോയോ, മുടി ഇതായോ, ഇളകിയോ, അങ്ങനെ എല്ലാത്തിനും മുടി, എന്ത് കാര്യത്തിനും മുടി. ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ പിന്നെ മുടി. എല്ലാത്തിനും ഇങ്ങനെ ഇവളോടായാലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സെറ്റാണോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തൊക്കെ ആയാലും നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടി കോൺഫിഡൻസും ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് എല്ലാത്തിലും നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും വേണ്ടില്ല, മുടി നിങ്ങൾ എന്തായാലും ചെയ്യും. കാരണം വെറുതെ ഇങ്ങനെ ക്യാപ്പ് ഇടണ അത് മാത്രല്ല ആൾക്ക് ഉള്ള മുടിയും കൂടി ടെൻഷൻ അടിച്ച് പോയി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ നിന്നെ ടെൻഷൻ കുറേ മുടി പോയി, അത് പോയതിന്റെ ടെൻഷനിൽ വീണ്ടും പോയി. അങ്ങനെ എനിക്ക് മൊത്തമായിട്ട് പോയി. എന്നിട്ടുള്ള മുടി ബാക്കിലൊക്കെ നല്ല തിക്കുണ്ട്, മുടി ഉണ്ട്, നല്ല തിക്കുണ്ട്, ബാക്കിലൊക്കെ ഹെയർ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ആള് കുറെ കാലമായിട്ട് ദുബായിലും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടി ആയിപ്പോയി. നൈറ്റ് ഡ്യൂട്ടി ആയാലും കുഴപ്പമുണ്ടായില്ല. പക്ഷെ നൈറ്റ് ഡ്യൂട്ടി പ്ലസ് പിറ്റേ ദിവസം രാവിലെ ഉറക്കമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച് അപ്പോൾ ഓടും. പിന്നെ ആ രാത്രി അപ്പൊ ആ റൂട്ടീൻ ഇങ്ങനെ കണ്ടിന്യൂ ആയി. മുടിയൊഴിച്ചിലുള്ളൊരു ഉറക്കം മസ്റ്റാ. പിന്നെ ഫുഡിന്റെ ഒക്കെയാണ് നമുക്ക് അറിയില്ല. ഉറക്കം മസ്റ്റ്, ഉറക്കം സീനായാൽ മുടി പോവും. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്കാണ് കൊറോണയും കിട്ടിയത്. അപ്പം എല്ലാം കൊണ്ട് തന്നെ മുടി പോയി. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല തിക്കിൽ മുടി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് പോയതിൻ്റെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ അതല്ല, പിന്നെ ആൾക്കുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ മുട്ട അടിക്കുന്ന ജീവിതത്തിൽ ഞാൻ ഇതുവരെ മുട്ട അടിച്ചിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ട അടിച്ചെങ്കിൽ വലിയ കുഴപ്പം തോന്നിയില്ല. ഒരു ഗുണ്ടസുഖം ലുക്കുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നീരാണോ അറിയില്ല, ഇങ്ങനെ നെറ്റ് ഇതായി നിൽക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. നീര് വരും എന്നും പറയും, ചിലവർക്ക് വരെയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ അറിയുള്ളൂ, ബാൻഡേജ് കഴിച്ച് കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ക്യാപ്പ് ഇട്ടിട്ടും ശീലം. എനിക്കങ്ങനെ ക്യാപ്പ് ഇടണമെന്ന് ഇഷ്ടമുണ്ടായില്ല. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ക്യാപ്പ് ഇടുന്നത് ഈ മുടി കുറച്ചുകൂടെ സീനായി തുടങ്ങിയപ്പോൾ ഞാൻ ക്യാപ്പ് ഇട്ടെ. പക്ഷെ ക്യാപ്പ് ഇട്ടപ്പോൾ പിന്നെ അത് സെറ്റായി. എന്നാലും ഈ ടെൻഷൻ സത്യം പറഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇക്കൻ്റെ ഭയങ്കരമായിട്ട് അതുമ്മ കൺസേൺ ഭയങ്കരമായി. എൻ്റെ മുടി അപ്പോൾ ഉള്ള ടെൻഷൻ ഭയങ്കര ഓവർ. എല്ലാവരും പറയും ഇത്ര ടെൻഷൻ അടിക്കണം, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും ഇനി ഞാൻ ഇൻഷാള്ള മുടിയൊക്കെ വന്ന് ആള് സെറ്റായി സെറ്റാവും. ഞാൻ പറഞ്ഞു ഇതിനേക്കാള് വലിയ ഓണൊന്നും ആവണ്ട, ഓണാണ്. ഇപ്പോൾ പറയും വീഡിയോ ഇടണം. പക്ഷെ ഞാൻ പറഞ്ഞു ഇത്രയും നാൾ എനിക്ക് ഇത് കാണിക്കാൻ തന്നെ ചമ്മലായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണെന്നും കൂടി മനസ്സിലാക്കണം ഗൈസ്. ഒരു എല്ലാവരും പറഞ്ഞേ വലിയ ബോറില്ലല്ലോ നബിയില് മുടി മൊട്ടടിച്ചത്. അതോടെ എല്ലാ ഗ്രൂപ്പിലും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് എന്നാലും പ്രശ്നമില്ല. കാരണം ഞാൻ ഇങ്ങനെ കാണിക്കൂലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും. പിന്നെ ഇനിയിപ്പോൾ ഇതായല്ലോ, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും നാൾ ഇങ്ങനെ ആക്കി നടന്നിരുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഞാൻ തുടക്കം തൊട്ട് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഇതിന് ഉള്ള ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഒന്നും അധികം വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇത് ഒട്ടിച്ച കാരണം ഇങ്ങനെ ഒരു വലിച്ചിലുണ്ട്. ഇത് നാളെ അയക്കും എന്തായാലും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് ചിലൊരു ഫോട്ടോ അയച്ചിട്ട് കൺസൾട്ട് ചെയ്യും. പക്ഷെ ഫോട്ടോ അയക്കുന്നതിന് അത് നേരിട്ട് പോകണമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറെ കാണാൻ കൺസൾട്ട് ചെയ്യുക. എത്ര ഗ്രാഫ്റ്റ് വേണം, ഇതിനെ ഗ്രാഫ്റ്റ് എന്ന് പറയാം. ഇതിൽ മുടിയുടെ ഇതിനെ ഗ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് എത്ര എണ്ണം വേണം, ഈ ഫ്രണ്ട് ഭാഗമാണോ ബാക്കാണോ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളതെന്നൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ചിലർ ഫോട്ടോ അയച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നേരിട്ട് കണ്ട് അത്ര നല്ലത്, കാരണം എത്ര വേണ്ടതെന്നുള്ള അറിയാൻ. അപ്പോൾ ഫസ്റ്റ് അവിടെ പോവുക, എത്ര ഗ്രാഫ്റ്റ് വേണം ചോദിക്കുക. അപ്പോൾ എനിക്ക് ഗ്രാഫ്റ്റിന് 20 രൂപ. ഞാൻ കഴിഞ്ഞ വർഷം പറയുമ്പോൾ 18 രൂപ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം റേറ്റൊക്കെ മാറിയെന്നാണ് എല്ലായിടത്തും. 20 രൂപ ആണ്. ഞാൻ കൊച്ചിയിലാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് മറ്റേ ചണ്ഡീഗറോ അവിടെ നമ്മൾ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായി. അവനവിടെ 10 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകണതൊക്കെ കുറച്ച് മുഷ്കില. എന്തായാലും ട്രാവലും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ പിന്നെ നമുക്ക് വലിയ എളുപ്പമല്ല. അപ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുക, എത്ര ഗ്രാഫ്റ്റ് വേണമെന്ന് ചോദിക്കുക. അങ്ങനെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഗ്രാഫ്റ്റിന് എനിക്ക് 20 രൂപ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം കഴിഞ്ഞ വർഷം എനിക്ക് 2500 പറഞ്ഞാണ്. അതിപ്പം 4000, 3500 to 4000. കാരണം ബാക്കിലും ചെയ്തിട്ടുണ്ട്. 4000 വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഡോണർ ഏരിയ കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ നമുക്ക് മുടി വേണം, നമ്മളെ ബാക്കിൽ നിന്നാണല്ലോ എടുക്കുക. അപ്പോൾ അത്യാവശ്യം മുടിയാണ്. എനിക്ക് അത്യാവശ്യം മുടി ബാക്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സീൻ ഉണ്ടായില്ല. 4000 വരെ എൻ്റെ ഇതുമ്പോൾ തന്നെ കിട്ടി. ചിലപ്പോൾ ഇവിടെ കിട്ടാത്തവർക്ക് ഇവിടെ താടിയിൽ നിന്ന് എടുക്കും. അപ്പോൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ചില ക്ലിനിക്കിൽ എല്ലായിടത്തും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ ഞാൻ പറയില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. അപ്പോൾ ചില ക്ലിനിക്കിൽ എന്തൊക്കെ ഗുളിക ആദ്യം കഴിക്കണം എന്ന് പറയുന്നുണ്ട്, കാരണം അലർജിയുടെ ഒക്കെ. പക്ഷേ അത് ഞാൻ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ അലർജി ഒന്നും ഇല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഷാമ്പു പിന്നെ ഡാൻഡ്രഫ് നല്ല ശ്രദ്ധിക്കുക, കാരണം ഡാൻഡ്രഫ് ക്ലീൻ ആക്കിയിരിക്കണം. അതിൻ്റെ ഷാമ്പു യൂസ് ചെയ്യണം. അതുപോലെ അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യണം. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. കുറേ ഐറ്റംസ് ചെക്ക് ചെയ്യണം. ECG അത് ഇത് മറ്റേ വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് റിസൾട്ട് അയക്കും. ആരോ വന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഒന്നാണ്. അപ്പോൾ അവർ പോയി. അപ്പോൾ അവിടെ പറഞ്ഞേ
റിസൾട്ടൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പം എനിക്ക് ബ്ലഡ് വന്നു. ഇന്നലെ ചെയ്തതിന് ശേഷം രാത്രി അപ്പോൾ എനിക്ക് കുറച്ച് ബ്ലഡ് വന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തോ സ്കാൾ ബൂസ്റ്റിങ് അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ റൂം അടുത്ത് വണ്ടി ഓടിക്കുന്നതിന് പ്രശ്നം വേണ്ട. ചിലർ വണ്ടി ഓടിച്ച് പോകുമെന്ന് പറയും. എനിക്ക് ഡ്രൈവ് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ തല കുറച്ചിങ്ങനെ വെയിറ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പോകാമല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നലെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അത് ജസ്റ്റ് ഇന്നലെ ചെയ്തതിൻ്റെ ഒരു ഇതിൽ ബ്ലഡ് വന്നാൽ എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പാട്. പിന്നെ അപ്പം അമ്മ അവിടെ പറഞ്ഞേ പിന്നെ എനിക്കിത് ഒട്ടിച്ച കാരണം ഒരു 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 ചെറിയ വലിവുണ്ട് സംസാരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ മറ്റേ വലിയ കൂടുതൽ എക്സ്പ്രഷനൊന്നും വരാത്തത്. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് അയക്കും. അതവർ ചെക്ക് ചെയ്യും. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ അവർ നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തതിന് ശേഷം എനിക്ക് 4000 ഗ്രാഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കും പിന്നെ വാഷ്റൂമിൽ പോകണമെങ്കിൽ പോകാൻ അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു 11 മണിക്കൂറോളം എടുത്ത് എനിക്ക്. ശരിക്കും 7 to 8 മണിക്കൂറാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നേരം ഫുഡ് കഴിക്കാനും ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് സമയം അങ്ങനെ പോയി. എന്നാലൊരു 10 മണിക്കൂർ എടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ചിലവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ തല കറങ്ങുമെന്ന് പറയും, കുറേ ബ്ലഡ് പോകുന്നല്ലേ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇവരെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഡോർ ലോക്ക് ചെയ്യണമെന്ന് പറയും. കാരണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് തല ഇറങ്ങിപ്പോയാൽ വിഷയമാണല്ലോ. അപ്പോൾ എനിക്ക് 8 മണിക്കൂർ 10 മണിക്കൂർ എടുത്ത് ഇതിന് ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ രാവിലെ അവിടെ പോയി. ഏകദേശം ഒരു 8 മണിയായപ്പോൾ പോയി. ഞാൻ 8:30 ആയപ്പോഴെത്തി. 8 മണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ചെറുതായിട്ട് ഇവിടെ ഒന്നുകൂടെ അലർജി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു ബ്ലഡ് ചെക്ക് ചെയ്തു. കാരണം കുറേ ബ്ലഡ് പോകും ഇതിൽ. ഫസ്റ്റ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ തന്നെ രണ്ട് ടൈം എടുത്ത് എനിക്ക്. ഒരു 2 സിറിഞ്ച് ഫുൾ എടുത്ത്. കാരണം കുറേ ചെക്ക് ഉണ്ട്. അത് മൊത്തം എനിക്ക് എത്ര ഒരു 2200 സംതിങ് വന്നാൽ അത് ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ 10 മണിക്കൂർ എടുത്തു. രാവിലെ പോയി വൈകിട്ട് ഇറങ്ങി. ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് കെട്ടും. ഇനി ഇത് 3-ാമത്തെ ദിവസം എന്ന് വെച്ചാൽ നാളെ ഈ ബാൻഡേജ് അഴിക്കുമ്പോൾ ബാക്കിൽ ഏകദേശം ഒരു കുത്തിയെടുത്തതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ചിലവർക്ക് ഇത് അഴിച്ചതിന് ശേഷം നീര് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ നീരുണ്ടോയെന്ന് അറിയില്ല. നീരുള്ള പോലെ തോന്നുന്നുണ്ട്, എന്നാൽ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ ഇനി അറിയണം. പിന്നെ സ്ട്രെയിറ്റ് തന്നെ എടുക്കണം. ചെരിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നീരിൻ്റെ പ്രശ്നം വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്കറിയാവുന്നത് ഞാൻ പറയാം. കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പ്ലാന്റിന് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ ചില കാര്യങ്ങൾ മിസ്സിങ് ആയിരുന്നു. അതാണ് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. 11 മണിക്കൂർ ഒരു പാട്ടൊക്കെ വെച്ച് സർജറി ഒക്കെ ചെയ്ത് നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുക. പിന്നെ വേദന ഉണ്ടോ? എല്ലാവർക്കും വേദന, കുറേ പേരാണ് വേദന ഒന്നും ഉണ്ടാവില്ല, നല്ല സുഖമാണെന്ന് പറയും. പക്ഷെ വേദന ഉണ്ടോ വെച്ചാൽ അനസ്തേഷ്യ മറ്റേ കുത്തുമ്പോൾ, ആ സിറിഞ്ച് കുത്തുമ്പോൾ ഉള്ളൊരു പെയിൻ ഉണ്ടാവും എന്തായാലും. ഒരു ഉറുമ്പ് അടിക്കുന്ന പോലെ ആവാം. പിന്നെ സൂചിയൊക്കെ പേടിയുള്ളവർക്ക് കുറച്ച് വേദന കൂടാൻ ചാൻസ് ഉണ്ട്. ആ കുത്തുമ്പോൾ ആ കുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തല ഏകദേശം റബ്ബർ ഷീറ്റ് പോലെ ആയിട്ടുണ്ടാവും. പിന്നെ അവർ എടുക്കുന്നതും കുത്തി വെക്കുന്നതും ഒന്നും അറിയുന്നില്ല. നമ്മൾ ഫുള്ള് അത് പിന്നെ അറിയില്ല. ഫസ്റ്റ് ഇത് കുത്തുമ്പോൾ കുറച്ച് വേദന അറിയും ചെറുതായിട്ട്. എനിക്ക് ഇങ്ങനെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ സൂചി കുറേ ഒരു 10-15 പ്രാവശ്യം ഇങ്ങനെ കുത്തി ഫുൾ ആ ഒരു ഏരിയ മൊത്തം അനസ്തേഷ്യ കുത്തിയിട്ട് സെറ്റാക്കും. പിന്നെ അങ്ങോട്ട് റബ്ബറാണ്. പിന്നെ ഒന്നും അറിയില്ല, എന്തൊക്കെയോ സൗണ്ട് ബഹളമൊക്കെ കേൾക്കാം. പിന്നെ എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ കമന്ന് ഇടുന്നിട്ട് എനിക്ക്, കാരണം ആ ബെഡുമ്മ തല വെച്ചിട്ട് അത്രയും നേരം തല വെക്കുമ്പോഴൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് കുറേ നേരം വെച്ചിട്ട് എനിക്ക് തല ഭയങ്കര വേദന ഉണ്ടായി. ആ ഒരു വേദന, വേറെ വേദന ഒന്നും ഉണ്ടാവില്ല. എനിക്കൊന്ന് പറ്റുമെങ്കിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് നെക്ക് പില്ലൊക്കെ പിടിച്ചോ. ഞാനിപ്പോൾ അതിന് ശേഷം ഇത് മേടിച്ചതാണ്. കാരണം ഇത് വേണം. കഴിഞ്ഞ് കഴിഞ്ഞാൽ തല സ്ട്രൈറ്റ് വെക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിടക്കുമ്പോൾ ഇതൊക്കെ വെച്ച് സെറ്റായി കിടക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം. കാരണം ഇതുമ്മ ഇനി ഒരു 10 ദിവസത്തിന് തൊടാൻ പാടില്ല. ബാക്കിൽ ഈ ഒരു ലോങ് ഏരിയയിൽ പ്രശ്നമില്ല, ടച്ച് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഈ ചെയ്ത ഭാഗത്ത് തൊടാൻ പാടില്ല, മുഷ്കിലാണ്. 10 ദിവസത്തിന് തൊടാൻ പാടില്ല. അത് വൃത്തിക്കാക്കണം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷമുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്താ വെച്ചാൽ ഇതിപ്പോൾ ലോങ് വീഡിയോ ആവും, കുറേ നേരം കണ്ട് ചിലപ്പിക്കില്ല. വേറെ അടുത്ത പാർട്ടായിട്ട് ഞാൻ പറയാം വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ 2-ാം ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് തരാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റത്തെ പ്രൊസീജിയേഴ്സ്. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇനി ആ ഓർമ്മ വരുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വിടാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും ഇങ്ങനെ കുറേ നേരമൊക്കെ ഇടുന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയി എടുക്കുക. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല.
ഫുള്ള് കണ്ണടച്ചിങ്ങൊക്കെ എടുക്കുക. കാരണം ഇത് ആദ്യം മുടി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുളികയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളെന്ന് പറയാം. ബാക്കി നിങ്ങൾ വേണ്ടതൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. ടിക് ടിക്.